എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. പാൻക്രിയാറ്റൈറ്റിസിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മുടെ ശരീരത്തിലൊരു ഗ്രന്ഥിയാണ് ഈ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആ ഗ്രന്ഥിക്ക് വരുന്ന വീക്കമാണ് നമ്മൾ പാൻക്രിയാറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വയറിനുള്ളിലാണ് പാൻക്രിയാസ് ഇരിക്കുന്നത്. അത് സ്റ്റൊമക്കിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പാൻക്രിയാസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് പാൻക്രിയാറ്റിക് ജ്യൂസസ് അല്ലെങ്കിൽ ആഗ്നേയ രസം എന്ന് വിളിക്കപ്പെടും. പാൻക്രിയാറ്റിക് ജ്യൂസസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും നമ്മുടെ അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീൻസിനെയും ഫാറ്റിനെയും ഇതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈ പാൻക്രിയാറ്റിക് ജ്യൂസസ് സഹായിക്കുന്നുണ്ട്. ഹോർമോൺസ് ആണെങ്കിൽ ഇൻസുലിൻ, ഗ്ലൂക്കോഗൺ അങ്ങനെ പറയുന്ന ഹോർമോൺസുകളൊക്കെ ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിനും ഗ്ലൂക്കോഗനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവിനെ ഇത് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നു. പാൻക്രിയാറ്റൈറ്റിസ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസും ഉണ്ട്. അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രൂപപ്പെടുന്നതും, ക്രോണിക് എന്ന് പറഞ്ഞാൽ കാലക്രമേണ നമുക്കത് അനുഭവപ്പെടുന്നതുമാണ് ഈ ക്രോണിക് എന്ന് പറയുന്നത്. ഈ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് നമ്മുടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് വേദന തോന്നുക, തൊടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വേദന ഉണ്ടാവും. പിന്നെ നോസിയ, അതായത് ഓക്കാനം, ഛർദി, വയറുവേദന അല്ലെങ്കിൽ ഡയേറിയ, പനി, പിന്നെ ടാക്കിക്കാർഡിയ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നൊരവസ്ഥ, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണും. ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവരെന്ന് വെച്ചാൽ കാലക്രമേണയായിട്ട് ഈ ഒരു പ്രശ്നം നിലനിന്ന് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് പാൻക്രിയാസിൻ്റെ ടിഷ്യൂസൊക്കെ ഡാമേജ് ആയിട്ട് പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും ഈ ക്രോണിക് ആയിട്ടുള്ളവർക്ക്. വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഡൈജഷൻ്റെ ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ സ്റ്റൂളൊക്കെ ഭയങ്കര സ്മെല്ലി അല്ലെങ്കിൽ ഓയിലി ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇനിയും പാൻക്രിയാസ് വന്നാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ആണ്. അത് കൺഫർമേഷൻ ടെസ്റ്റ് അല്ല, പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അമിലേസ്, ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം നോർമലിൽ നിന്നും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ വാല്യൂസ് അതിൻ്റെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ USG ചെയ്യാം. അത് കഴിഞ്ഞിട്ട് CT സ്കാൻ ആണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. CT സ്കാൻ ചെയ്യാം, MRI ചെയ്യാം. ഇനി ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണ്. ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം ഇത് നമ്മുടെ പാൻക്രിയാസിൻ്റെ ഡക്റ്റ് ഉണ്ട്, അതവിടെ വന്ന് അടഞ്ഞിട്ട് പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം അത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഒരു കാരണമാണ്. പിന്നെ ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരിൽ, പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും തകരാറ് മൂലം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് വരാം. പിന്നെ ട്രോമ എന്തെങ്കിലും, അതായത് നമ്മൾ ആ ഭാഗത്ത് എന്തെങ്കിലും വന്ന് വീഴുകയോ ആ ഭാഗം ഇടിച്ച് വീഴുകയോ അങ്ങനെ ട്രൊമാറ്റിക് ആയിട്ട് പാൻക്രിയാറ്റൈറ്റിസ് കണ്ടുവരാറുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഡിയോപ്പതിക്കായിട്ട് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർ ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ആയുർവേദത്തിൽ മെഡിസിൻ ഉണ്ട്, മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പാൻക്രിയാറ്റിക് ജ്യൂസസ് കാർബോഹൈഡ്രേറ്റിനെയും പിന്നെ ഫാറ്റ്, പ്രോട്ടീൻസ് ഇതിനെയൊക്കെ ദഹിപ്പിക്കുമെന്ന്. അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ചിലപ്പോൾ അത്രയും ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ ഫാറ്റ്, ഒരുപാട് കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണം. ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് കൊഴുപ്പടങ്ങിയ പാല്, തൈര്, ചീസ് അതൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ റെഡ് മീറ്റ് പോലുള്ള അത് കഴിക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ്, ഒരുപാട് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ളത്, പിന്നെ ഫാസ്റ്റ് ഫുഡ്, അതായത് നമ്മുടെ പിസ്സ അങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. മയണൈസ്, സോസേജ്, പാസ്ത അതുപോലുള്ള ഭക്ഷണങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. മൈദയുടെ ഉപയോഗം കുറയ്ക്കുക. ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ നമുക്ക് നോൺ വെജ് കഴിക്കാം, അതായത് ചിക്കന്, ഡക്ക്, പിന്നെ ടർക്കി അതുപോലുള്ള മാംസാഹാരങ്ങൾ കഴിക്കാം. പക്ഷെ അത് കറി വെച്ച് മസാലയൊക്കെ കുറച്ച് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് വറുത്ത ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ എയർ ഫ്രയർ വെച്ച് ഫ്രൈ ചെയ്യുക, എണ്ണയൊന്നും ചേർക്കാതെ ഫ്രൈ ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ചെയ്ത് കഴിക്കുക. മീൻ നമുക്ക് കഴിക്കാം. പിന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും. ഇത് മൂന്നും നമുക്ക് കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് പാല് കഴിക്കാൻ ഓപ്ഷനുണ്ട്. അതായത് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കൊഴുപ്പ് കുറഞ്ഞ പാല്, തൈര് അതൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാൻക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നം കണ്ടുവരാറുണ്ട്. അപ്പം ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം അതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, നമ്മുടെ വയറിൻ്റെ തൊട്ട് മേൽ ഭാഗത്തായിട്ട് വേദന, വെയിറ്റ് ലോസ്, ഒരു കാരണമില്ലാതെ നമ്മുടെ വെയിറ്റ് കുറയുന്നു, അപ്പം
സ്റ്റൂളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് കളർ വ്യത്യാസം, സ്മെല്ലിൻ്റെ വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ചിലപ്പോൾ പാൻക്രിയാറ്റൈറ്റിസ് ആണെന്ന് അനുമാനിക്കാൻ സാധിക്കും. പിന്നെ അത് പക്ഷേ കൺഫേം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം ഡയറ്റ് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടാണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം ഈ പറഞ്ഞ ആഹാരങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ലക്ഷണങ്ങൾ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.